എല്ലാവർക്കും നമസ്കാരം. റോയൽ ഗാർഡനിലേക്ക് സ്വാഗതം. ഞാൻ നൗഷാദ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് ഒരു മാവിനെ എങ്ങനെയാണ് ഒരു ഡ്രമ്മിൽ നമുക്ക് മാവിനെ സെറ്റ് ചെയ്യാം, നമുക്ക് ഡ്രമ്മിൽ മാവിനെ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ നമുക്ക് പോട്ടിങ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്. അധിക പേർക്കും ഒരു ഡ്രമ്മിലേക്ക് മാവിനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കായ്ക്കുന്നില്ല, പൂക്കുന്നില്ല, അതുപോലെ മണ്ണ് ടൈറ്റായി പോവുക, അങ്ങനെയുള്ള ഒരുപാട് പരാതികളുണ്ട്. അതായത് ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മാങ്ങ പറിച്ചെടുക്കാൻ പറ്റുന്നില്ല, മാങ്ങ കിട്ടുന്നില്ല എന്നുള്ള ഒരുപാട് ആൾക്കാർ ഉള്ളൊരു പരാതികളുണ്ട്. അത് നമ്മൾ തയ്യാറാക്കുന്ന പോട്ടിങ് ശരിയല്ലാത്തത് കൊണ്ടും നമ്മളെങ്ങനെയാണ് മാവ് നടുന്നത് എന്നുള്ള ഒരു ടിപ്സ് നമുക്ക് അറിയാത്തത് കൊണ്ടുമാണ്. അതായത് നമ്മൾ കുറേ മണ്ണ് വാരി ഡ്രമ്മിൽ നിറച്ച് ഇട്ട് കഴിഞ്ഞാലൊന്നും നമുക്കൊരു മാവിനെ നമുക്ക് ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് നമുക്ക് കായ്പ്പിക്കാൻ പറ്റില്ല. ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് കായ്പ്പിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നമുക്ക് മണ്ണ് മെയിനായിട്ട് ഇതിൻ്റെ അടുത്തൊരു ഘടകം നമുക്ക് പോട്ടിങ് തയ്യാറാക്കലാണ്. അതായത് പോട്ടിങ് നല്ല വൃത്തിയോടുകൂടി നല്ല നമുക്ക് മണ്ണ് ഇളകി കിട്ടണം. നമുക്ക് വളം ആഡ് ചെയ്യാനായാലും നമുക്ക് അതിൻ്റെ വേരോട്ടത്തിനായാലും ഒക്കെ നമുക്ക് നിറക്കുന്ന പോട്ടിങ്സ് ഇളകി കിട്ടണം. എങ്കിൽ മാത്രമേ നമുക്കത് അതിൽ വേരോട്ടം നന്നായിട്ട് നടക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് ഡ്രമ്മിൽ വെച്ച മാവുകൾ നമുക്ക് കായ്പ്പിക്കാൻ പറ്റുകയുള്ളൂ. സാധാരണ നമ്മൾ നിലത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്നും നോക്കേണ്ട കാര്യമില്ല, എല്ലാം ഭൂമിയിൽ നിന്ന് തന്നെ നമുക്ക് മാവിന് കിട്ടുന്നതാണ്. പക്ഷേ നമ്മൾ ഡ്രമ്മിൽ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പോട്ടിങ് തയ്യാറാക്കാനുള്ള നമ്മുടെ മണ്ണാണ് ഈ കാണുന്നത്. അതായത് ഒരു ഭാഗം മണ്ണും ഒരു ഭാഗം നമ്മുടെ ചകിരിച്ചോറും പിന്നെ കുറച്ച് നമുക്ക് ആട്ടുംകാട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആട്ടുംകാട്ടോ ചാണകപ്പൊടിയോ അങ്ങനെയുള്ള എന്തെങ്കിലും. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് വേണ്ടത് നമുക്ക് പിന്നെ എല്ലുപൊടി വേണം, വേപ്പും പിണ്ണാക്ക് വേണം, അതുപോലെ കടലപ്പിണ്ണാക്ക്, അങ്ങനെയുള്ള ഐറ്റംസും കൂടെ നമുക്ക് വേണം. ഞാനിത് ഇവിടെ നമ്മുടെ അടുത്തുള്ള വളക്കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു വളമാണിത്. ഇത് നമ്മുടെ ഇവിടെ തന്നെ അടുത്ത് തന്നെ ഉണ്ടാക്കുന്ന വളമാണ്. ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിപ്പോൾ ഏകദേശം 1 കിലോ, ഒരു ഡ്രമ്മിന് 1 കിലോ വെച്ചിട്ട് വേണം നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടില്ലേ, ഇത് എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, അതുപോലെ മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള വളമാണ്. ഇത് കണ്ട നമ്മുടെ കടലപ്പിണ്ണാക്കാണ് ഇതിൽ കാണുന്നത്. ഇത് ഏകദേശം 1 കിലോ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക മൊത്തത്തിൽ. കണ്ടില്ലേ, ഇതിൽ വേപ്പ് പിണ്ണാക്ക് എല്ലാം അടങ്ങിയിട്ടുണ്ട് ഈ ഒരു വളത്തിൽ. പിന്നെ നമുക്ക് വേണ്ടത് പച്ചക്കക്ക. ഇതാണ് പച്ചക്കക്ക പൊടിച്ചതാണ് ഈ കാണുന്നത്. നമുക്ക് കുമ്മായോ അല്ലെങ്കിൽ ഡോളോമേറ്റോ കുമ്മായോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 10-15 ദിവസം നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്ത് വെക്കണം. നമുക്ക് പച്ചക്കക്ക നമ്മുടെ ഈ വളത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. ഒരു ഏകദേശം ഒരു 200 ഗ്രാം പച്ചക്കക്ക പൊടിച്ചത്. ഇത് എല്ലാ സമയങ്ങളിലും ഇതിനകത്ത് നിൽക്കും. അതുപോലെ നമ്മുടെ pH ബാലൻസ് ചെയ്തിട്ട് തന്നെ നമുക്ക് പച്ചക്കക്ക നല്ലതാണ്. നമുക്ക് മണ്ണിൽ ഏറ്റവും നല്ലതാണ് നമുക്ക് ഈ പച്ചക്കക്ക പൊടിച്ചത്. അപ്പോൾ ഏകദേശം ഒരു 250 ഗ്രാം പച്ചക്കക്കപ്പൊടി ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക. ഞാൻ ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ജൈവവളം മാത്രമേ ഞാൻ ഈ ഡ്രമ്മിൽ കൃഷി ചെയ്യുന്നതിന് നമ്മൾ മണ്ണിൽ ചേർക്കാറുള്ളൂ. അതുപോലെ നമ്മുടെ NPK ഒക്കെ നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കലാണ് പൊതുവേ ഉണ്ടാകൽ. അതുപോലെ ഇത് നമ്മുടെ ആപ്ടെക്കിൻ്റെ ജൈവ പൊട്ടാഷാണ് ഈ കാണുന്നത്. ആപ്ടെക്കിൻ്റെ ഇതൊരു ഏകദേശം ഒരു 50 ഗ്രാം, ഇതിൽ 50 ഗ്രാം നമ്മുടെ ആപ്ടെക്കിൻ്റെ ജൈവ പൊട്ടാഷ്യം കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പിന്നീട് വേണ്ടത് ഇത് നമ്മുടെ ഒരു പോളി ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പാറ പൊടിയാണ്. നമ്മുടെ ഈ റോക്ക് ഫോസ്ഫേറ്റ് പോലത്തെ ഒരു പാറപ്പൊടി. ഇതിൽ മഗ്നീഷ്യം, അതുപോലെ കാൽസ്യം, സൾഫർ ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. ഇതൊരു 100 ഗ്രാം ഇതിൽ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഒരു 100 ഗ്രാം ഇതിൽ മഗ്നീഷ്യം, കാൽസ്യം, സൾഫറൊക്കെ അടങ്ങിയിട്ടുള്ള വളമാണിത്. ഇതൊക്കെ നമുക്ക് വളക്കടയിൽ കിട്ടും. ഇതൊക്കെ നമുക്ക് ജൈവവളത്തിൽ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വളമാണ് ഈ കാണുന്നത്. ഇതുപോലെ നമ്മുടെ ജൈവ വളങ്ങളൊക്കെ ഇട്ടു നമുക്ക് ഇതുപോലെ തന്നെ ഇത് കാണുന്നില്ലേ, നമ്മുടെ മണ്ണും നമ്മുടെ ചകിരിച്ചോറ്, നമ്മുടെ ആട്ടുംകാട്ടം ഒക്കെ നമുക്ക് ഈ മണ്ണ് കംപ്ലീറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട്. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല വേരോട്ടം കിട്ടുകയും നമുക്കതുപോലെ തന്നെ നല്ല ഇളക്കമുള്ള മണ്ണായിട്ട് നമുക്ക് നമ്മുടെ ഈ പോട്ടിങ് റെഡിയായി കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ ഈ ഡ്രമ്മിൽ കൃഷി ചെയ്യുന്ന കൃഷിക്ക് നമ്മൾ രാസവളം ഉപയോഗിക്കാൻ പാടില്ല. കാരണം നമ്മൾ ഈ ഒരു ഡ്രമ്മിൽ നമ്മൾ ടെറസിൻ്റെ മുകളിലോ അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്തോ ഒക്കെ നമ്മൾ ചെയ്യുന്ന കൃഷിയാണ്. അപ്പോൾ നമുക്ക് ഈ ജൈവവളം തന്നെ ഏകദേശം എല്ലാ മൂലകങ്ങളും അടങ്ങിയ ജൈവവളം നമുക്കിന്ന് വളക്കടയിൽ നമ്മുടെ വിപണിയിലൊക്കെ നമുക്ക് കിട്ടാനുണ്ട്. അത് നമ്മൾ NPK വളം, നമ്മുടെ രാസവളം, നമ്മുടെ പോളിയാർ സ്പ്രേ ആയിട്ട് നമുക്ക് ഇലകളിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വേനൽക്കാലങ്ങളിൽ നമ്മൾ പച്ചച്ചാണകവും കടലപ്പിണ്ണാക്ക്, ശീമക്കൊന്നയുടെ
മുരിങ്ങയുടെ ഇല, അതുപോലെ കുറച്ച് നമ്മുടെ ശർക്കരയൊക്കെ ഇട്ട് നമ്മളൊരു 5 ദിവസം പുളിപ്പിച്ച് അതിൽ 10 ഇരട്ടി വെള്ളവും ചേർത്ത് നമുക്ക് 15 ദിവസം കൂടുമ്പോൾ ഒരു നന നമുക്ക് നമ്മുടെ മാവിൻ്റെ തൈക്ക് നമുക്ക് അതുപോലെ നമ്മുടെ ഡ്രമ്മിലോ ചട്ടിയിലോ കൃഷിക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കേണ്ടതുണ്ട്, നമുക്ക് മിക്സ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക, ഇത് കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. ഇതാണ് നമ്മുടെ മിക്സ് ചെയ്ത നമ്മുടെ പൂട്ടിങ്ങാണ് ഈ കാണുന്നത്. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ നല്ല പോലെ തന്നെ ഇളക്കം കിട്ടി, അതുപോലെ തന്നെ വെയിറ്റ് കുറവാണ്. ഞാനിപ്പം ടെറസിൻ്റെ മുകളിൽ ചെയ്തതാണ്. അപ്പം വെറും മണ്ണ് ആകുമ്പോൾ നമുക്ക് ടെറസിന് വെയിറ്റ്, അതുപോലെ നമ്മൾ ഡ്രമ്മിൽ വെയിറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്കിത് ചെറിയൊരു ലൈറ്റ് വെയിറ്റോട് കൂടി തന്നെ, കാരണം മണ്ണ് കുറച്ച് മാത്രമേ ഉള്ളൂ, ബാക്കി കൂടായിട്ട് നമ്മുടെ ചകിരിച്ചോറും കമ്പോസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇതൊരിക്കലും മണ്ണ് ടൈറ്റ് ആകുകയില്ല, അതുപോലെ നന്നായിട്ട് തന്നെ വേരോട്ടം കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഡ്രമ്മിലേക്ക് നമുക്ക് നിറച്ചൊരു മാവിനെ വെക്കുന്നത് കൂടി നമുക്ക് മനസ്സിലാക്കാം. ശരി, ഇതാണ് നമ്മുടെ ഫുൾ ഡ്രം വാങ്ങിച്ച് ഞാൻ 1/2 ഡ്രമ്മായിട്ട്, അതായത് മുറിച്ച് 1/2 ഡ്രമ്മാക്കിയ ഒരു ഡ്രമ്മാണ് കാണുന്നത്. ഏകദേശം 220 ലിറ്ററിൻ്റെ ഡ്രമ്മ് മുറിച്ച് ഇത് ഏകദേശം 110 ലിറ്ററിൻ്റെ ഡ്രമ്മായിട്ട് മാറിയതാണ്. അപ്പോൾ ഇതിൽ ഓൾസ് കൊടുക്കേണ്ടത് ഇതിൻ്റെ സൈഡ് ഭാഗം 4 വലിയ ഓൾസ് തന്നെ, നമ്മുടെ ഒരു വിരൽ പോകുന്ന രീതിയിലുള്ള 4 ഓൾസ് നമുക്ക് ഇതിൻ്റെ സൈഡ് ഭാഗം അടിക്കണം. ഏകദേശം 1-2 ഇഞ്ച് മുകളിലായിട്ട്. നേരെ അടിയിൽ കൊടുക്കാൻ പാടില്ല. അടിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒഴിക്കുന്ന വളവും വെള്ളവും കംപ്ലീറ്റ് പെട്ടെന്ന് വാർന്നു പോകും. കാരണം നമ്മൾ ഇതിൻ്റെ നിറക്കുന്ന പൂട്ടിങ് ഇളകി കിടക്കുന്ന പൂട്ടിങ്ങാണ്. അപ്പോൾ കുറച്ച് വെള്ളം ഇതിൽ, അതായത് നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ ഇതിൽ നിൽക്കണം, പിന്നെ കംപ്ലീറ്റ് വാർന്നു പോകാൻ പാടില്ല. കാരണം നമ്മൾ വേനൽക്കാലങ്ങളിൽ ജൈവ വളമാണ് നമ്മുടെ ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് പച്ച ചാണകവും കടലപ്പിണ്ണാക്കും പുളിപ്പിച്ചിട്ടുള്ള വളങ്ങളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമുക്ക് ഈ ഡ്രമ്മിൻ്റെ അടിയിൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ ഓൾസിൻ്റെ ഭാഗത്ത് കണ്ടില്ലേ, ചകിരി, ഇതുപോലെ പഴയ ചകിരിയോ അല്ലെങ്കിൽ ഓടിൻ്റെ കഷ്ണങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ അടിയിൽ ഒരു ലെയർ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. കാരണം നമ്മൾ ഇതിൻ്റെ ഓൾസ് ഒരു കാരണവശാലും മണ്ണ് വന്ന് ടൈറ്റായിട്ട് അടയാൻ പാടില്ല, കാരണം വെള്ളം പാർന്നു പോകണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അടിയിൽ ഈ ഒരു ലെയർ ചകിരി ഇട്ട് കൊടുക്കുക. ഓടിൻ്റെ കഷ്ണം ഉണ്ടെങ്കിൽ അതായാലും മതി, പഴയ പൊട്ടിയ ഓടിൻ്റെ കഷ്ണം ഇട്ട് കൊടുത്താലും മതി. അതിനുശേഷം നമ്മൾ ഒരു ലെയർ നമ്മളിതുപോലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ നമ്മുടെ ഈ പൂട്ടിങ് മണ്ണ് ഇട്ട് കൊടുക്കുക. മണ്ണിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക, എല്ലാ ഭാഗങ്ങളിലും അമർത്തി കൊടുക്കുക. ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇതിൻ്റെ വാർപ്പിൻ്റെ മുകളിൽ നിന്ന് നമ്മളിതുപോലെ എന്തെങ്കിലും ചപ്പോ, ഇതിപ്പോൾ ഞാൻ മഴക്കാലത്ത് നമുക്കിതുപോലെ ഇഷ്ടം പോലെ നമ്മുടെ വാർപ്പിൻ്റെ മുകളിൽ ഇതുപോലെ പായലും ഇതുപോലെ ഉള്ള ചപ്പുകളും ഉണ്ടാവും. ഇതൊക്കെ ഞാൻ പറിച്ച് നമ്മുടെ ഈ ചാക്കിലിട്ട് വെച്ചതാണിത്. ഇതൊക്കെ നല്ല ജൈവ വളമാണ്. കണ്ടില്ലേ, നല്ല ശരിക്കും പറഞ്ഞാൽ നല്ല കമ്പോസ്റ്റ് ആയിട്ട് തന്നെ ഇത് നമുക്ക് കിട്ടി. നമ്മൾ ഈ വാർപ്പൊക്കെ അടിച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ പറിച്ചിട്ട് ഇതുപോലെ ഒരു ചാക്കിലിട്ട് കൊടുത്താൽ മതി. നമ്മുടെ മഴക്കാലങ്ങളിൽ ഒരു ലെയർ ഇതിട്ട് കൊടുക്കുക. കണ്ടില്ലേ, ഇതൊക്കെ നല്ല നമ്മുടെ വളമാണ്. ഇതൊക്കെ നല്ല ജൈവ വളം തന്നെയാണ്. നമ്മൾ ഇതിലെല്ലാം അടങ്ങി. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ ആദ്യം ഒരു ലെയർ കൂടെ നമുക്ക് മണ്ണിട്ട് കൊടുക്കേണ്ടതുണ്ട്. നമുക്കിതിൻ്റെ മുകളിൽ നമ്മുടെ മണ്ണ് കൂടെ ഇട്ട് കൊടുക്കുക, നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ഡ്രമ്മിനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക, കാരണം എല്ലാ ഭാഗങ്ങളും ഒട്ടി ഇരിപ്പുണ്ടാവും. അതൊക്കെ നമ്മളൊന്ന് കൈനെ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് മാവിൻ്റെ തൈ വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ വെക്കുന്നത് നമ്മുടെ R2E2 എന്ന് പറഞ്ഞ മാവാണ്, നമ്മുടെ ജംബോ റെഡ്. ഇത് കണ്ടില്ലേ, ഏകദേശം എന്നോടൊപ്പം ആയിട്ടുള്ള മാവാണ്. അതായത് തീരെ ചെറിയ മാവ് നമുക്ക് ഡ്രമ്മിൽ വെക്കാൻ പാടില്ല. നമ്മൾ ആദ്യം ഒരു ഗ്രോ ബാഗിൽ വെച്ച് അതിനെ വളർത്തുക, കുറച്ച് നല്ല ഗ്രോത്ത് വെച്ചു നമ്മുടെ ഈ ഒരു ലെവലിലേക്ക്. കാരണം നമുക്ക് ഡ്രമ്മിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഷേപ്പോട് കൂടിയിട്ട് മാവ് കിട്ടണം. കാരണം ഇവിടെ എത്തുമ്പോൾ നമ്മുടെ ഈ ഒരാളായിട്ടെത്തുമ്പോൾ നമുക്ക് ശിഖരങ്ങൾ പൊട്ടാൻ വിടുക. അതുപോലെ നമ്മുടെ കാലാകാലങ്ങളിൽ നമുക്കതിനെ പ്രൂൺ ചെയ്ത് ട്രെയിൻ ചെയ്ത് ഷേപ്പ് വരുത്തി കൊടുക്കുക. നമ്മൾ ഡ്രമ്മിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ മാവിനെ എപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ നേരെ പോകാൻ വിടാൻ പാടില്ല, അതുപോലെ താഴേന്നേ ശിഖരങ്ങൾ പൊട്ടാൻ പാടില്ല. അപ്പോൾ അതിനെ നമ്മൾ പ്രൂൺ ചെയ്ത് ഒരുക്കി നിർത്തേണ്ടതുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ മാവിൻ്റെ തൈകൾക്കുള്ള വളം നമ്മൾ ഡ്രമ്മിൽ ഇതിനു മുമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിചരണവും അതിനുള്ള നമ്മുടെ കീടബാധകളൊക്കെ ഒഴിയാൻ വേണ്ടിയിട്ടുള്ള അതിലുള്ള ഫംഗിസൈഡ് കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും കൊടുക്കേണ്ട വളങ്ങളും കാര്യങ്ങളൊക്കെ അടുത്ത് തന്നെ ഞാൻ ഒരു വീഡിയോ കൂടെ ഇടുന്നതാണ്. ഇതിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല, കാരണം വീഡിയോ ലെങ്ത്ത് കൂടുതലായി പോവും. അപ്പോൾ നമ്മൾ ഇത് സെൻറ്റർ നോക്കി നല്ല ലെവലായിട്ട് നമ്മളിതിനെ ഒന്ന് വെച്ച് കൊടുക്കുക.
ഇത് കണ്ടില്ലേ, വേരൊക്കെ നല്ല ടൈറ്റായി കാണുന്നില്ലേ. നമ്മുടെ ചെറിയൊരു ഗ്രോ ബാഗിലുണ്ടായ മാവാണ്. ഇതിൻ്റെ സെൻറ്റർ വെച്ച് നമ്മുടെ ലെവൽ ചെയ്ത് കൊടുക്കുക, നേരെ ആയി കൊടുക്കുക. അതിനുശേഷം ബാക്കി കൂടെ നമ്മുടെ പോട്ടിങ്ങും കൂടെ ഇതിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ മാവ് ഒരു ഡ്രമ്മിൽ സെറ്റ് ചെയ്യേണ്ട രീതി. ഇത് കണ്ടില്ലേ, ഞാൻ കംപ്ലീറ്റ് മണ്ണൊക്കെ പോട്ടിങ്ങൊക്കെ നിറച്ച് നമ്മുടെ R2E2 മാവിനെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി ചെറിയൊരു സ്പേസ് മാത്രമേ ഞാൻ ബാക്കി വെച്ചിട്ടുള്ളൂ. കാരണം നമുക്ക് ജൈവ സ്ലറികളും അതുപോലെ ഇനി വർഷാവർഷത്തിൽ നമുക്ക് ജൈവ വളങ്ങളും ഇതിൽ ആഡ് ചെയ്യേണ്ടതുണ്ട്. ഇനി ഇത് കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്പേസ് വരും, കാരണം ഇരിക്കും താഴേക്ക്. കാരണം ഇത് കംപ്ലീറ്റ് നമ്മുടെ ചകിരിച്ചോറും അതുപോലെ അടിയിൽ ചകിരിയും കാര്യങ്ങളൊക്കെ വെച്ചതാണ്. അപ്പോൾ ഒരു ലെയർ കുറച്ചുകൂടി ഇരിക്കാൻ ഇതുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ അടുത്ത വർഷം നമ്മൾ ജൈവവളം ഇതുപോലെ നമ്മൾ തയ്യാറാക്കിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ പോളിയാർ സ്പ്രേ, നമ്മുടെ NPK നമുക്കിന്ന് കടകളിൽ കിട്ടും, അതൊക്കെ നമ്മൾ സ്പ്രേ ചെയ്തിരിക്കണം. അതുപോലെ ബോറോണ് ഒക്കെ നമ്മൾ പോളിയാർ സ്പ്രേ ആയിട്ട് തന്നെ നമ്മുടെ മാവിന് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ഡ്രമ്മിൽ മാവ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.